ചൂരൽമലയിൽ ദുരന്തം കവർന്നെടുത്തത് ഒരുപാട് ബാല്യങ്ങളെ കൂടിയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ജീവൻ നഷ്ടമായവർ, അനാഥരായി പോയവർ, മക്കളെ തേടിയലയുന്ന ഉറ്റവരുടെ കാഴ്ച കരൾ തകർക്കുന്നതാണ്. എന്നത്തെയും പോലെ ആ രാത്രിയും ഇരുട്ടി വെളുക്കുമെന്ന് വിശ്വസിച്ചാണ് അവർ ഉറങ്ങാൻ പോയത്. ചെയ്തു തീർക്കാനുള്ള ഹോംവർക്ക് നേരത്തെ ചെയ്തു വെച്ചു. പുതുതായി മേടിച്ച കളർ പെൻസിൽ കൂട്ടുകാരനെ കാണിക്കുന്നത് സ്വപ്നം കണ്ടു. എന്നത്തെയും പോലെ അച്ഛൻ കൊണ്ടുവന്ന സമ്മാനത്തിന് കൂടപ്പിറപ്പുമായി വഴക്കിട്ട് വാശി പിടിച്ചുറങ്ങിപ്പോയവരുണ്ടാകും. അച്ഛന്റെ വീഡിയോ കോൾ കാത്തിരുന്ന് ഉറങ്ങിപ്പോയവർ, നാളെ ഉണ്ടാക്കിത്തരാമെന്ന് അമ്മ വാക്കു പറഞ്ഞ പലഹാരം സ്വപ്നം കണ്ടുറങ്ങിപ്പോയവർ, അങ്ങനെ എത്രയെത്ര കുഞ്ഞു സ്വപ്നങ്ങൾ. ഈ ബാല്യങ്ങളുടെയൊക്കെയും സ്വപ്നങ്ങൾ പെയ്തിറങ്ങിപ്പോയത് ഒരൊറ്റ രാത്രി കൊണ്ടാണ്. ആ രാത്രി അതെങ്ങനെയാണ് പുലർന്നതെന്നവർക്ക് ഇനിയും ഓർമ്മയില്ല. നെഞ്ചോട് ചേർന്ന് കിടന്ന അച്ഛനെയും അമ്മയെയും കാണുന്നില്ല. ചുറ്റും ഇരമ്പിയെത്തിയ വെള്ളം മാത്രം. കൊണ്ടുപോയ കുഞ്ഞു ജീവനുകൾ നിരവധിയാണ്. ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ ആ നോവ് പെയ്തിറങ്ങിയ രാത്രിക്ക് പിന്നാലെ ആദ്യമെത്തിയ മരണവാർത്ത ഒരു 1.5 വയസ്സുകാരൻ്റെതാണ്. മേൽവിലാസം ഏതെന്ന് പോലും അറിയാതെ ചെളിക്കുള്ളിൽ പുതഞ്ഞു കിടന്നിരുന്നു ആ 1.5 വയസ്സുകാരൻ. പിന്നീട് ഒരു 3 വയസ്സുകാരി. അങ്ങനെ ആ ദുരന്തം വിടരും മുമ്പേ കൊഴിച്ചു കളഞ്ഞ എത്രയെത്ര കുരുന്നുകൾ. മേപ്പാടി സ്വദേശി ഉബൈദിന്റെ മകൾ 12 വയസ്സുകാരി സിയയും ബിൻഹ ഫാത്തിമയും ഒക്കെ ദുരന്തം കവർന്നെടുത്ത കുട്ടികളിൽ ചിലർ മാത്രം. ചുറ്റും ഒഴുകി വരുന്ന കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളിൽ കാണുന്ന കുഞ്ഞു കൈയക്ഷരങ്ങളും നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളുടെ അവശേഷിപ്പും മാത്രം. ഏറ്റവും ദയനീയം, കൺമുന്നിൽ നിന്ന് ഏറ്റവും വേണ്ടപ്പെട്ടവരെയൊക്കെയും ഉരുൾ കൊണ്ടുപോയി തനിച്ചായി പോയ ബാല്യങ്ങളുടെ മുഖങ്ങളാണ്. ആരുടെ കൈ ചേർത്തു പിടിക്കണമെന്നറിയില്ല. ഉള്ളിലെ നോവ് ആരോട് പറയണമെന്നു പോലും അറിയില്ല. നിസ്സഹായതയുടെ കനം കുഞ്ഞു മുഖങ്ങളിലേ തെളിഞ്ഞു തുടങ്ങി. ഒറ്റ രാത്രി കൊണ്ട് അനാഥത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്ന മുഖങ്ങൾ. അഹന്യയെയും ഇഷാനെയും പോലെ ദുരന്തമുഖത്ത് കാണാതായ ഒരുപാട് മുഖങ്ങളുമുണ്ട്. നെഞ്ചുവിങ്ങി ആശുപത്രികളായ ആശുപത്രികളും നാമാവശേഷിപ്പുമായ ദുരന്തഭൂമിയിലും പ്രാണനോളം സ്നേഹിച്ച ഉറ്റവരായ കുഞ്ഞുങ്ങളെ തേടി നടക്കുന്ന കാഴ്ച കരളലിയിക്കുന്നതാണ്. തോളിൽ കൈയിട്ട് ഒരുമിച്ചു പോയവരിൽ പലരും ഇനിയില്ല. ദുരന്തമുഖം താണ്ടി മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും വെള്ളാർമലയിലെയും സ്കൂളുകൾ തുറക്കും. വീണ്ടും മണികൾ മുഴങ്ങും. പക്ഷെ ഒഴിഞ്ഞിരിപ്പിടങ്ങൾ അത്രയും ബാക്കിയാവും, പകരം വയ്ക്കാനാവാതെ. ന്യൂസ് ഡെസ്ക് 24